എല്ലാവർക്കും ഉണ്ടെങ്കിൽ അവരവർ ജനിച്ചു വളർന്ന രാജ്യത്തിനോട് ഭയങ്കര ഒരു സ്നേഹം ഉണ്ടായിരിക്കും. അതേ കണക്ക് തന്നെയാണ് നമ്മളും. ഇവിടെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് കാശ്മീരിൽ ഇതേ കണക്ക് ഒരു പ്രശ്നം നടന്നപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യമാണ് തിരിച്ചടിക്കണം എന്നുള്ളൊരു കാര്യം. അങ്ങനെ തിരിച്ചടിക്കുകയും ചെയ്തു. അതിന് ശേഷം അവരും തിരിച്ചടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ചിലവന്മാരുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മുതലെടുക്കാനോ അല്ലെങ്കിൽ അവന്മാരുടെ യൂട്യൂബ് ചാനൽ ഭയങ്കര ക്ലച്ച് പിടിപ്പിക്കാനോ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരുത്തനാണ് ഈ മാത്യു സാമുവൽ. അവൻ്റെ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയുള്ള കാശ്മീർ ഇഷ്യൂ ഒക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവനുണ്ട് ഒരു ന്യൂസ് ഇറക്കിയിരിക്കുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ അവിടുത്തെ ഫൈറ്റർ ജെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളെ ആൾക്കാരുടെ ഫൈറ്റർ ജെറ്റെല്ലാം അടിച്ച് തകർക്കുകയും അതോടെ തന്നെ നമ്മളൊരു 4-5 ഇന്ത്യൻ ഫൈറ്റർ ജെറ്റ് എല്ലാം വീണമെന്ന് പറഞ്ഞ് ഒരു ഫേക്കായിട്ടുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടുണ്ടെങ്കിൽ അവൻ്റെ യൂട്യൂബ് ചാനൽ ബാൻ ചെയ്യുകയാണ് കാണുന്നത്. ഇപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട് ഇങ്ങനത്തുള്ള ന്യൂസൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്ത് ഇതേ കണക്കുള്ള ഫേക്കായിട്ടുള്ള ന്യൂസ് പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ ചാനലൊക്കെ അടപ്പിക്കുന്ന രീതിയിൽ. സോ അങ്ങനത്തെ ഉള്ള രീതിയിലുണ്ടെങ്കിൽ ഈ മാത്യു സാമുവലിനും പണി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ അല്ലെ സ്വന്തം രാജ്യത്ത് നിന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തിനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇതേ കണക്കുള്ള കാര്യം ചെയ്യുന്ന യവമാരെയൊക്കെയാണ് ആദ്യമേ അടിച്ച് പുറത്താക്കേണ്ടത്. സോ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ തോട്ടം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.